ഇല്ലാത്ത വീടുകൾ ഇന്ന് വിരളമാണ്. എന്നാൽ അരി അരയ്ക്കാനാകാതെ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന കണ്ടെയ്നർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇനി അത് വേണ്ട. അരയാത്തതിന്റെ കാരണം പറയാം. ആദ്യം അരകല്ലിന്റെ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ 3 വെട്ടുകൾ നിങ്ങൾക്ക് കാണാം. കല്ലിൽ തൊട്ട് നോക്കി പരുക്കനായിട്ടിരിക്കുന്ന ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഈ കല്ലിന്റെ വലത്തെ ഭാഗവും നടുവിലത്തെ ഭാഗവും സ്മൂത്തായും ഇടത്തെ ഭാഗം പരുക്കനുമായാണ് ഇരിക്കുന്നത്. കല്ലിന്റെ വലത്തെ ഭാഗം ഇടയ്ക്കിടയ്ക്ക് പരുക്കനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കല്ലും നോക്കുക. ഇവിടെ ഇടത്തെ ഭാഗം സ്മൂത്തായും വലത്തെ ഭാഗം പരുക്കനായിട്ടാണ് ഉള്ളത്. ഇനി അരിയും ഉഴുന്നും ഇടുന്ന ഭാഗത്തെ കല്ലിൽ ഇടതുഭാഗം മുഴുവനായും പരുപരുത്ത പ്രതലത്തോട് കൂടിയതാണെന്ന് നമുക്ക് കാണാം. വലതുഭാഗം സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒട്ടിപ്പിനോട് ചേർന്ന ഭാഗം പരുക്കനാണ്. ഇങ്ങനെ വരുമ്പോൾ അരകല്ലിന്റെയും ബേസിന്റെയും ഇടതും വലതുമായ ഭാഗങ്ങൾ ഒരുമിച്ച് വരികയും സ്മൂത്തായിരിക്കുന്നതിനാൽ അരി അരയാത്തതുമില്ല, തെന്നിപ്പോവുകയും ചെയ്യും. പരുക്കനായ ഭാഗത്ത് വരുന്ന അരി മാത്രമേ അരയുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അരി അരയാൻ സമയമെടുക്കും. അപ്പോൾ സ്മൂത്തായ ഭാഗങ്ങൾ പരുക്കനാക്കുക എന്നതാണ് ഇതിന്റെ പരിഹാരം. അപ്പം എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. നന്ദി.